സിമ്പിളായി നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ടെക്നിക്കാണ് പെൻ ആൻഡ് പെൻസിൽ മെത്തേഡ്. ഇതിനു വേണ്ടി നെഗറ്റീവ് നമ്പറിനെ പെൻസിലായിട്ടും പോസിറ്റീവ് നമ്പറിനെ പെന്നായിട്ടും കണക്കാക്കാം. ഈ ഫിഗറിൽ രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട്, അതായത് ഒരു പെൻസിൽ മറ്റൊരു പെൻസിൽ. അപ്പോൾ ടോട്ടൽ എത്ര പെൻസിലുണ്ട്? 2 പെൻസിൽസ്. ഈ ഫിഗറിലോ ഒരു പെൻസിൽ മറ്റൊരു പെൻസിൽ, അങ്ങനെ 3 പെൻസിൽസാണ് ഇവിടെ ഉള്ളത്. ഈ ഫിഗറിലാവട്ടെ ഒരു പെന്നും മറ്റൊരു പെന്നും, അങ്ങനെ 2 പെൻസാണുള്ളത്. ഈ ഫിഗറിൽ ഒരു പെന്ന് മറ്റൊരു പെന്ന്, അങ്ങനെ 3 പെൻസാണുള്ളത്. ഈ ഫിഗറിൽ ഒരു പെന്നും ഒരു പെൻസിലും വന്നിട്ടുണ്ട്. പെന്നും പെൻസിലും കൂടി നമുക്ക് കൂട്ടാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ലാർജ് നമ്പറിൽ നിന്നും സ്മോൾ നമ്പർ മൈനസ് ചെയ്യണം. എന്നിട്ട് ലാർജ് നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം. ആദ്യം പെൻസിലും പിന്നീട് പെന്ന് വന്നാലും ഇത് രണ്ടും കൂടി നമുക്ക് കൂട്ടാൻ പറ്റില്ല. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ലാർജ് നമ്പറിൽ നിന്നും സ്മോൾ നമ്പർ മൈനസ് ചെയ്തിട്ട് ലാർജ് നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഈ ടെക്നിക്ക് വെച്ചിട്ട് എങ്ങനെയാണ് നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ കാൽക്കുലേഷൻസ്, അതായത് അഡീഷനും സബ്ട്രാക്ഷനും എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. 5 + 3. ഇവിടെ 5ൻ്റെ സൈന് പ്ലസ്സും 3യുടെ സൈനും പ്ലസ് ആണ്. അതായത് രണ്ടും പോസിറ്റീവ് നമ്പേഴ്സാണ്, അതായത് രണ്ടും പെൻസാണ്. അപ്പോൾ രണ്ട് പെൻസ് വന്നാൽ നമുക്ക് ആഡ് ചെയ്യാം. 5 പെൻ + 3 പെൻ എത്രയാണ്? 8 പെൻസ്. പെന്നിൻ്റെ സൈന് പോസിറ്റീവ് ആയതുകൊണ്ട് +8. ഇനി -5 - 3. ഇവിടെ 5ൻ്റെ സൈന് മൈനസും 3യുടെ സൈന് മൈനസും ആണ്. അപ്പോൾ രണ്ടും പെൻസിൽസാണ് വന്നിട്ടുള്ളത്. 2 പെൻസിൽസ് വന്നാൽ നമുക്ക് ആഡ് ചെയ്യാം. 5 പെൻസിൽ + 3 പെൻസിൽ എത്രയാണ്? 8 പെൻസിലാണ്. പെൻസിലിൻ്റെ സൈന് മൈനസാണ്, സോ -8. 4 - 9. 4 ഒരു പോസിറ്റീവ് നമ്പറും 9 ഒരു നെഗറ്റീവ് നമ്പറുമാണ്. അതായത് 4ൻ്റെ സൈന് പോസിറ്റീവും 9ൻ്റെ സൈന് മൈനസും ആണ്. അപ്പോൾ 4 പെൻസും 9 പെൻസിൽസും. അപ്പോൾ പെൻസിലും പെന്നും കൂടി വന്നാൽ നമുക്ക് അത് കൂട്ടാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ലാർജ് നമ്പറിൽ നിന്ന് സ്മോൾ നമ്പർ മൈനസ് ചെയ്യണം. എന്നിട്ട് ലാർജ് നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം. ഇവിടെ ലാർജ് നമ്പർ ഏതാണ്? 9 ആണ്. സോ 9 മൈനസ് സ്മോൾ നമ്പർ ഏതാണ്? 4 ആണ്. സോ 9 - 4. ഇനി എന്ത് ചെയ്യണം? ലാർജ് നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം. ഇതിൽ ലാർജ് നമ്പർ 9 ആണല്ലോ. 9ൻ്റെ സൈൻ എന്താ? മൈനസ്. സോ മൈനസ് ഇട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് -9 - 4. 9 - 4 എത്രയാണ്? 5 ആണ്. അപ്പോൾ -5 - 5. സോ ആൻസർ ഈസ് -5. 14 - 29. ഇവിടെ 14ൻ്റെ സൈന് പ്ലസ് ആണ്, 29ൻ്റെ സൈന് മൈനസും ആണ്. അപ്പോൾ ഒരു പെന്നും പെൻസിലും ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം? ലാർജ് നമ്പറിൽ നിന്നും സ്മോൾ നമ്പർ മൈനസ് ചെയ്യണം. എന്നിട്ട് ലാർജ് നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം. ഇവിടെ ലാർജ് നമ്പർ 29 ആണ്. സോ 29 എഴുതി. സ്മോൾ നമ്പർ 14 ആണ്. സോ 29 - 14. ഇനി എന്ത് ചെയ്യണം? ലാർജ് നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം. ലാർജ് നമ്പർ 29 ആണ്. 29ൻ്റെ സൈന് നെഗറ്റീവാണ്. സോ നമുക്ക് ഇതിന് നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് -29 - 14. 29 - 14 15 ആണ്. ഈ മൈനസ് സൈന് കൂടി ഇട്ട് കൊടുക്കുമ്പോൾ -15. 5 - 10. 5ൻ്റെ സൈന് പ്ലസ്സും 10ൻ്റെ സൈന് മൈനസും ആണ്. അപ്പോൾ ഒരു പെന്നും പെൻസിലും ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം? ലാർജ് നമ്പറിൽ നിന്നും സ്മോൾ നമ്പർ മൈനസ് ചെയ്തിട്ട് ലാർജ് നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം. ലാർജ് നമ്പർ 10ഉം സ്മോൾ നമ്പർ 5ഉം ആണ്. സോ 10 - 5. എന്നിട്ട് ലാർജ് നമ്പർ 10ൻ്റെ മൈനസ് സൈന് മൈനസ് ഇട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് -10 - 5. 10 - 5 5 ആണ്. ഈ മൈനസ് കൂടി ഇട്ട് കൊടുക്കുമ്പോൾ -5. 25 - 65. ഇവിടെ 25ൻ്റെ സൈന് പ്ലസ്സും 65ൻ്റെ സൈന് മൈനസും ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു പെന്നും പെൻസിലും ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ലാർജ് നമ്പറിൽ നിന്നും സ്മോൾ നമ്പർ മൈനസ് ചെയ്യണം. എന്നിട്ട് ലാർജ് നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം. ഇവിടെ ലാർജ് നമ്പർ 65ഉം സ്മോൾ നമ്പർ 25ഉം ആണ്. സോ 65 - 25. ഇനി ലാർജ് നമ്പറിൻ്റെ സൈൻ, അതായത് 65ൻ്റെ സൈനായ മൈനസ് ഇട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് -65 - 25.
65 മൈനസ് 25 40 ആണ്. ഈ മൈനസ് കൂടി ഇട്ട് കൊടുക്കുമ്പോൾ -40. -4 പ്ലസ് 9. ഇവിടെ 4ൻ്റെ സൈന് മൈനസും 9ൻ്റെ സൈന് പ്ലസ്സും ആണ്. അപ്പോൾ ഒരു പെന്നും പെൻസിലും ആണ് വന്നിട്ടുള്ളത്. പെന്നും പെൻസിലും കൂടി വന്നാൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യണം? ലാർജ് നമ്പറിൽ നിന്ന് സ്മോൾ നമ്പർ മൈനസ് ചെയ്തിട്ട് ലാർജ് നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം. ഇവിടെ 9 ആണ് ലാർജ് നമ്പർ, 4 ആണ് സ്മോൾ നമ്പർ. അപ്പോൾ 9 - 4. ഇനി ലാർജ് നമ്പറിൻ്റെ സൈന്, അതായത് 9ൻ്റെ സൈന് പ്ലസ് ആണ്. സോ പ്ലസ് സൈൻ ഇട്ട് കൊടുക്കാം. 9 - 4 5 ആണ്. സോ ദിസ് ബിക്കം +5. -15 + 8. ഇവിടെ 15ൻ്റെ സൈന് മൈനസും 8ൻ്റെ സൈന് പ്ലസ്സും ആണ്. അപ്പോൾ പെന്നും പെൻസിലും കൂടി വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ലാർജ് നമ്പറിൽ നിന്ന് സ്മോൾ നമ്പർ മൈനസ് ചെയ്തിട്ട് ലാർജ് നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം. ഇവിടെ ലാർജ് നമ്പർ 15ഉം സ്മോൾ നമ്പർ 8ഉം ആണ്. സോ 15 - 8 എന്നിട്ട് ലാർജ് നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം. ലാർജ് നമ്പർ 15 ആണ്. 15ൻ്റെ സൈന് മൈനസ്. സോ -15 - 8 എന്ന് വരും. 15 - 8 7 ആണ്. ഈ മൈനസ് കൂടി ഇട്ട് കൊടുക്കുമ്പോൾ -7. -8 + 15. ഇവിടെ 8ൻ്റെ സൈന് മൈനസും 15ൻ്റെ സൈന് പ്ലസ്സും ആണ്. അപ്പോൾ ഒരു പെന്നും പെൻസിലും ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം? ലാർജ് നമ്പറിൽ നിന്നും സ്മോൾ നമ്പർ മൈനസ് ചെയ്തിട്ട് ലാർജ് നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം. ഇവിടെ ലാർജ് നമ്പർ 15ഉം സ്മോൾ നമ്പർ 8ഉം ആണ്. സോ 15 - 8 ലാർജ് നമ്പറിൻ്റെ സൈന്, അതായത് 15ൻ്റെ സൈന് പ്ലസ് ആണ്. സോ +15 - 8. 15 - 8 7 ആണ്. സോ ദിസ് ബിക്കം +7. -9 + 4. ഇവിടെ ഒരു പെൻസിലും ഒരു പെന്നും ആണ് വന്നിട്ടുള്ളത്. അതായത് 9ൻ്റെ സൈന് മൈനസും 4ൻ്റെ സൈന് പ്ലസ്സും ആണല്ലോ. അപ്പോൾ പെൻസിലും പെന്നും കൂടി വന്നാൽ എന്ത് ചെയ്യണം? നമുക്കത് കൂട്ടാൻ പറ്റില്ല. ലാർജ് നമ്പറിൽ നിന്നും സ്മോൾ നമ്പർ മൈനസ് ചെയ്തിട്ട് ലാർജ് നമ്പറിൻ്റെ സൈന് ഇട്ട് കൊടുക്കണം. ഇവിടെ ലാർജ് നമ്പർ 9ഉം സ്മോൾ നമ്പർ 4ഉം ആണ്. സോ 9 - 4 ലാർജ് നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം. ഇവിടെ 9ൻ്റെ സൈന് മൈനസ് ആണ്. സോ -9 - 4. 9 - 4 5 ആണ്. ഈ മൈനസ് കൂടി ഇട്ട് കൊടുക്കുമ്പോൾ -5. -1 - 1. ഇവിടെ ആദ്യത്തെ 1ൻ്റെ സൈന് മൈനസ് ആണ്, രണ്ടാമത്തെ 1ൻ്റെ സൈന് മൈനസ് ആണ്. അപ്പോൾ 2 പെൻസിൽസ് ആണ് വന്നിട്ടുള്ളത്. 2 പെൻസിൽസ് വന്നാൽ നമുക്കത് കൂട്ടാമല്ലോ. അപ്പോൾ ഇവിടെ 1 പെൻസിൽ + 1 പെൻസിൽ 2 പെൻസിൽസ്. അതായത് 2 പെൻസിൽസ് എന്ന് വെച്ചാൽ മൈനസ് ആണ്, നെഗറ്റീവാണ്. സോ -2. -7 - 8. അതായത് ആദ്യത്തേത് പെൻസിലാണ്, രണ്ടാമത്തേത് പെൻസിലാണ്. രണ്ടും പെൻസിൽസ് വന്നാൽ നമുക്കത് ആഡ് ചെയ്യാം. സോ 7 പെൻസിലും 8 പെൻസിലും. 7 + 8 15 ആണ്. സോ 15 പെൻസിൽ. പെൻസിൽ വെച്ചാൽ നെഗറ്റീവാണ്. സോ -15. -2 - 2. ആദ്യത്തെ നമ്പർ, അതായത് ആദ്യത്തെ 2ൻ്റെ സൈന് മൈനസ് ആണ്, രണ്ടാമത്തെ 2ൻ്റെ സൈന് മൈനസ് ആണ്. അപ്പോൾ ഇവിടെ 2 നമ്പേഴ്സും പെൻസിൽസ് ആണ്. 2 പെൻസിൽസ് വന്നാൽ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ 2 പെൻസിൽ + 2 പെൻസിൽ 4 പെൻസിൽസ്. പെൻസിലിൻ്റെ സൈന് നെഗറ്റീവാണ്. സോ -4. -8 - 7. ഇവിടെ 8ൻ്റെ സൈന് മൈനസ് ആണ്, 7ൻ്റെ സൈനും മൈനസ് ആണ്. അപ്പോൾ രണ്ടും പെൻസിൽസ് ആണ്. 2 പെൻസിൽസ് വന്നാൽ നമുക്കത് ആഡ് ചെയ്യാം. 8 പെൻസിൽ + 7 പെൻസിൽ. 8 + 7 15 ആണല്ലോ. സോ 15 പെൻസിൽസ്. പെൻസിൽസ് എന്ന് വെച്ചാൽ മൈനസ് ആണ്. സോ -15. -8 + 8. ഇവിടെ ആദ്യത്തെ 8ൻ്റെ സൈന് മൈനസും രണ്ടാമത്തെ 8ൻ്റെ സൈന് പ്ലസ്സും ആണ്. ഒരു പെൻസിലും പെന്നും കൂടിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ലാർജ് നമ്പറിൽ നിന്ന് സ്മോൾ നമ്പർ മൈനസ് ചെയ്തിട്ട് ലാർജ് നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം. ദാറ്റ് ഈസ് 8 - 8. 8 - 8 0 ആണ്. ഇനി പോസിറ്റീവ് നെഗറ്റീവ് വാല്യൂ ഒന്നും ഇട്ട് കൊടുക്കേണ്ട. 0 എന്ന് വെച്ചാൽ ഒറ്റ വാല്യൂ ആണ്. -7 + 4. 7ൻ്റെ സൈന് മൈനസും 4ൻ്റെ സൈന് പ്ലസ്സും ആണ്. അപ്പോൾ ഒരു പെൻസിലും ഒരു പെന്നും ആണ് വന്നിട്ടുള്ളത്. പെൻസിലും പെന്നും കൂടി വന്നാൽ നമുക്കത് ആഡ് ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യണം? ലാർജ് നമ്പറിൽ നിന്ന് സ്മോൾ നമ്പർ മൈനസ് ചെയ്തിട്ട് ലാർജ് നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം. ഇവിടെ ലാർജ് നമ്പർ 7ഉം സ്മോൾ നമ്പർ 4 ആണ്. സോ 7 - 4 എന്നിട്ട് ലാർജ് നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം.
സോ 7ൻ്റെ സൈൻ ഇട്ട് കൊടുക്കാം, ദാറ്റ് ഈസ് മൈനസ് ഓഫ് 7 മൈനസ് 4. 7 മൈനസ് 4 3 ആണ്. ഈ മൈനസ് കൂടി ഇട്ട് കൊടുക്കുമ്പോൾ -3. -10 പ്ലസ് 20. ഇവിടെ 10ൻ്റെ സൈന് മൈനസും 20യുടെ സൈന് പ്ലസ്സും ആണ്. അപ്പോൾ ഒരു നെഗറ്റീവ് നമ്പറും പോസിറ്റീവ് നമ്പറുമാണ്. അതായത് ഒരു പെൻസിലും പെന്നും കൂടി വന്നാൽ എന്ത് ചെയ്യണം? ലാർജ് നമ്പറിൽ നിന്നും സ്മോൾ നമ്പർ മൈനസ് ചെയ്തിട്ട് ലാർജ് നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം. അതായത് 20 മൈനസ് 10 എന്നിട്ട് 20യുടെ സൈനായ പ്ലസ് ഇട്ട് കൊടുക്കുക. 20 മൈനസ് 10 10 ആണ്. പ്ലസ് കൂടി ഇട്ട് കൊടുക്കുമ്പോൾ +10. ഇനി നമുക്ക് അറിയേണ്ട 2 കാര്യങ്ങൾ കൂടിയുണ്ട്. മൈനസ് ഓഫ് പ്ലസ് എന്ന് വെച്ചാൽ മൈനസാണ്, പ്ലസ് ഓഫ് മൈനസ് എന്ന് വെച്ചാലും മൈനസാണ്. ഇനി പ്ലസ് ഓഫ് പ്ലസ് പ്ലസ് ആണ്, മൈനസ് ഓഫ് മൈനസും പ്ലസ് ആണ്. ഇതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. -4 പ്ലസ് -10. ഇവിടെ 4ൻ്റെ സൈന് മൈനസാണ്, 10ൻ്റെ സൈന് പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. പ്ലസ് ഓഫ് മൈനസ് മൈനസ് ആണെന്ന് കണ്ടു. സോ ഇവിടെ 10ൻ്റെ സൈന് മൈനസ് തന്നെയാണ്. സോ ദിസ് ബിക്കം -4 -10. ഇനി ഇത് നമുക്ക് സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. കാരണം 4ൻ്റെ സൈന് മൈനസാണ്, 10ൻ്റെ സൈന് മൈനസാണ്. അപ്പോൾ 2 പെൻസിൽസാണ് ഇവിടെ വന്നിട്ടുള്ളത്. 2 പെൻസിൽസ് വന്നാൽ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ 4 പെൻസിൽസും 10 പെൻസിൽസും 14 പെൻസിൽസ്. 14 പെൻസിൽസ് എന്ന് വെച്ചാൽ പെൻസിൽസിൻ്റെ സൈന് മൈനസാണ്. സോ -14. -15 പ്ലസ് -3. ഇവിടെ 15ൻ്റെ സൈന് മൈനസാണ്, 3യുടെ സൈന് മൈനസ് ആണോ പ്ലസ് ആണോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. ഇവിടെ പ്ലസ് ഓഫ് മൈനസ് എന്ന് വെച്ചാൽ മൈനസ് ആണെന്ന് നമ്മൾ കണ്ടു. സോ ദിസ് ബിക്കം -15 -3. ഇനി ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. 15ൻ്റെ സൈന് മൈനസാണ്, 3യുടെ സൈനും മൈനസാണ്. സോ രണ്ടും പെൻസിൽസാണ്. 2 പെൻസിൽസ് വന്നാൽ നമുക്ക് ആഡ് ചെയ്യാം. 15 പെൻസിൽസ് പ്ലസ് 3 പെൻസിൽസ് 18 പെൻസിൽസാണ്. പെൻസിൽസ് എന്ന് വെച്ചാൽ നെഗറ്റീവാണ്. സോ -18. -4 -10. ഇവിടെ 4ൻ്റെ സൈന് മൈനസാണ്, 10ൻ്റെ സൈന് മൈനസ് ആണോ പ്ലസ് ആണോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആണ്. സോ ദിസ് ബിക്കം -4 + 10. ഇവിടെ 4ൻ്റെ സൈന് മൈനസും 10ൻ്റെ സൈന് പ്ലസ്സും ആണ്. അപ്പോൾ ഒരു പെൻസിലും പെന്നുമാണ് വന്നിട്ടുള്ളത്. പെൻസിലും പെന്നും വന്നാൽ എന്ത് ചെയ്യണം? ലാർജ് നമ്പറിൽ നിന്നും സ്മോൾ നമ്പർ മൈനസ് ചെയ്തിട്ട് ലാർജ് നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം. ഇവിടെ ലാർജ് നമ്പർ 10, സ്മോൾ നമ്പർ 4 ആണ്. സോ 10 - 4. ഇനി ലാർജ് നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം. സോ 10ൻ്റെ സൈൻ ഇട്ട് കൊടുക്കാം, ദാറ്റ് ഈസ് പ്ലസ്. സോ പ്ലസ് ഓഫ് 10 - 4. 10 - 4 6 ആണ്. സോ ദിസ് ബിക്കം +6. -15 -3. മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആണ്. സോ -15 + 3. ദിസ് ഈസ് -15 + 3. 15ൻ്റെ സൈന് മൈനസാണ്, 3യുടെ സൈന് പ്ലസ്സും ആണ്. അപ്പോൾ ഒരു പെൻസിലും പെന്നുമാണ് വന്നിട്ടുള്ളത്. പെൻസിലും പെന്നും വന്നാൽ എന്ത് ചെയ്യണം? ലാർജ് നമ്പറിൽ നിന്ന് സ്മോൾ നമ്പർ മൈനസ് ചെയ്തിട്ട് ലാർജ് നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം. ലാർജ് നമ്പർ 15, സ്മോൾ നമ്പർ 3 ആണ്. സോ 15 - 3. ഇനി ലാർജ് നമ്പറായ 15ൻ്റെ സൈനായ മൈനസ് ഇട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് മൈനസ് ഓഫ് 15 - 3. 15 - 3 12 ആണ്. സോ -12, ദാറ്റ് ഈസ് -12.